എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോണത് ചിക്കൻ ചുക്കാനാണ് കേട്ടോ. അതിനു വേണ്ടി നമ്മൾ ഇവിടെ എടുത്തിട്ടുള്ളത് 1 കിലോ ചിക്കനാണ്. ഇതൊന്ന് നമുക്ക് നന്നായി കഴുകി വൃത്തിയാക്കി എടുക്കാം. ഇതിലേക്ക് നമ്മളിവിടെ 3 ചെറിയ സവാളയാണ് എടുത്തിട്ടുള്ളത്, 2 തക്കാളി, 1 കഷ്ണം ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, 2 പച്ചമുളകാണ് എടുത്തിട്ടുള്ളത്. നമുക്ക് ഇനി ഒരു മിക്സിയുടെ ജാർ എടുക്കാം. അതിലേക്ക് വെളുത്തുള്ളി, തക്കാളി, ഇനി അതിലേക്ക് സവാള ഇട്ട് കൊടുക്കാം. എന്നിട്ടൊന്ന് അടിച്ചെടുക്കാം. ഇനി ചിക്കനൊക്കെ നന്നായി കഴുകി വൃത്തിയാക്കി വെച്ചതാണ്. അതിലേക്ക് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്, ഇഞ്ചി വെളുത്തുള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, മുളക് പൊടി 2 ടീസ്പൂണ്, ചിക്കൻ മസാല 1/2 ടീസ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട്, മല്ലിപ്പൊടി. ഇനി ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതെല്ലാം കൂടെ നമുക്കൊന്ന് കുറച്ച് കറിവേപ്പില കൂട്ടി കുഴച്ചെടുക്കണം. ഇനി നമുക്ക് ഇതൊന്ന് പൊരിച്ചെടുക്കണം. അതിന് വേണ്ടി ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്, വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഈ ചിക്കൻ അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു ഗ്രേവി റെഡിയാക്കാനുണ്ട്. അതിനൊരു ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട്. കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കണം. പെരിഞ്ജീരകമാണ് ഇട്ട് കൊടുത്തത്, ഉലുവ, കടുക്, കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട്, സവാള ചേർത്ത് കൊടുത്തിട്ടുണ്ട്, 1 പച്ചമുളകും ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇത് നമുക്കൊന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഇത് നമ്മൾ നേരത്തെ അടിച്ച് വെച്ച തക്കാളി, സവാള, ഇഞ്ചി, വെളുത്തുള്ളി കൂടെയാണ് ഇട്ടത്. കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് പൊടികളൊക്കെ ചേർക്കണം. മഞ്ഞൾപ്പൊടി കുറച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ട്, മുളക് പൊടി, ചിക്കൻ മസാല, കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി ഒന്ന് നന്നായിട്ടൊന്ന് തിളക്കട്ടെ. ഇതിനും കൂടെ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ചിക്കനൊക്കെ ഇവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. നമ്മൾ പൊരിച്ചെടുത്ത ചിക്കനൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി കുറച്ച് മല്ലിച്ചപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ആ ചിക്കൻ അതിലേക്ക് ഇട്ട് കൊടുക്കുക. ഒന്ന് ഇളക്കി കൊടുക്കണം. കുറച്ച് മല്ലിച്ചപ്പ് അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അങ്ങനെ നമ്മുടെ ചിക്കൻ ചുക്കാൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കണം. പുട്ടിൻ്റെ കൂടെ കഴിക്കാനൊക്കെ നല്ല ടേസ്റ്റ് ആയിരിക്കും. നിങ്ങൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്.